ലച്ചുവിന് വിശപ്പൊന്നുമില്ലെങ്കിലും റോഷനി കൂടെ ഉള്ളത് കൊണ്ട് മാത്രം അവൾ ഉച്ചയ്ക്ക് കഴിക്കാനിരുന്നു. ഡൈനിങ് ടേബിളിൽ 2 വല്യമ്മമാരും ഹരിയും ലച്ചും റോഷനിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാം വീട്ടിലേക്ക് ഉച്ചയ്ക്കുള്ളതും അവിടെ ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് കൊടുത്തു കൊടുക്കുകയാണ് ചെയ്തത്. മോൾക്ക് ക്യാബേജ് തരം വേണ്ടേ? കയ്യിലുള്ള ബോൾ റോഷനിക്കെതിരെ നീട്ടി വെച്ച് കൊടുത്തുകൊണ്ട് വല്യമ്മ ചോദിച്ചു. റോഷനിയുടെ പ്ലേറ്റിൽ കുറച്ച് ചോറും കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് വേണ്ട ആന്റി, എനിക്കിത് ഇഷ്ടമില്ല. വല്യമ്മ നീക്കി വെച്ച ബൗൾ അവർക്ക് നേരെ തന്നെ നീക്കി വെച്ചുകൊണ്ട് റോഷനി പറഞ്ഞു. മീനും ചിക്കനും ഒന്നും ഇല്ലാതെ പെണ്ണെ ഇറങ്ങുന്നില്ല, അതാണ് കാരണം. മരിച്ച വീടല്ലേ, അതൊന്നും വാങ്ങിക്കില്ലെന്ന് അറിയാഞ്ഞിട്ടല്ല, എന്നാലും ഉള്ളതുകൊണ്ട് കഴിക്കാൻ കഴിയുന്നില്ല. ഇഷ്ടമുള്ളത് എന്താ അത് പറയാമായിരുന്നില്ലേ? ഈ ഉള്ളി ചമ്മന്തി വേണോ? പുളിയൊക്കിയിട്ടുണ്ടാക്കിയതാ, കഴിച്ചു നോക്ക്. വല്യമ്മ ചമ്മന്തിയുടെ ഒരു ബൗൾ നീക്കി വെച്ചു കൊടുത്തോണ്ട് പറയുമ്പോൾ റോഷനി അതിലേക്കൊന്ന് നോക്കി. അതും വേണ്ടെന്ന് പറഞ്ഞാൽ അവരെന്ത് കരുതുമെന്ന ചിന്തയിൽ അതിൽ നിന്ന് ഒരു സ്പൂൺ അവളുടെ പ്ലേറ്റിലേക്ക് ഇട്ടു. ഇതാ ഇവിടുത്തെ മാങ്ങ കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ്. ഹരി അച്ചാറിന്റെ കുപ്പി എടുക്കാൻ തുടങ്ങിയതും ലച്ചു അത് റോഷനിയുടെ അടുത്തേക്ക് നീക്കി വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഹരി ഒന്ന് പല്ല് കടിച്ചു. ഹരിക്കും റോഷനിക്കും നടുവിലായിട്ടാണ് ലച്ചു ഇരിക്കുന്നത്. എനിക്ക് വേണ്ട ഏട്ടത്തി, ഞാൻ അച്ചാറൊന്നും കൂട്ടില്ല. റോഷനി പറഞ്ഞതും ഹരി അവന്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കൈ എത്തിച്ച് അച്ചാറിന്റെ കുപ്പി എടുത്തു. എന്നാ കുറച്ച് തോരനിട്ട് കഴിച്ചു, അല്ലാതെ വെറും ചമ്മന്തി മാത്രം കൂട്ടിയിട്ട് എങ്ങനെ കഴിക്കാം? വല്യമ്മ നിർത്താൻ ഭാവമില്ലാതെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. റയാൻഷിന്റെ അനിയത്തിയാണ്, ബന്ധുക്കളാണ്, ആദ്യമായി വീട്ടിൽ വന്ന് കഴിക്കുന്നതാണ്. അതിപ്പോ ഇങ്ങനെ ആയതിലെ സങ്കടമാണ് വല്യമ്മയ്ക്ക്. അല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടമുള്ളത് പറ, അതുണ്ടാക്കി തരാം. വല്യമ്മ പറഞ്ഞു നിർത്തിയതും ഹരി കുടിച്ച ഗ്ലാസ് ടേബിളിൽ അമർത്തി വെച്ചു. ഗ്ലാസ് ടേബിളിൽ അത് വലിയ ശബ്ദത്തോടെ ഇരുന്നു. ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ വല്യമ്മേ, വേണ്ടതെടുത്ത് കഴിച്ചോളും. നിങ്ങൾ കഴിക്കാൻ നോക്ക്, ഇനിയിപ്പോ വേറെ ഉണ്ടാക്കി കൊടുക്കാഞ്ഞിട്ടാ. ഹരി ഇത്തിരി ശബ്ദമുയർത്തി വല്യമ്മയെ നോക്കി പറയുമ്പോൾ അവരുടെ മുഖം വാടി. വേറെയൊന്നുമല്ല, റോഷനി എന്ത് കരുതി കാണും, അവൾക്ക് വിഷമമായി കാണില്ലേ എന്നൊക്കെയാണ് അവർ ചിന്തിച്ചത്. ലച്ചു ഹരിയെന്ന് ദയനീയമായി നോക്കിയ ശേഷം റോഷനിയെ നോക്കി. ഈ സഹായം കൊണ്ട് അവൾ എന്തെങ്കിലും തിരിച്ചു പറയേണ്ടതാണ്. ഒരു പക്ഷെ വല്യമ്മമാര് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാവാം അവളൊന്നും മിണ്ടാത്തത്. അതുകൊണ്ട് തന്നെയാണ് റോഷനി ഒന്നും മിണ്ടാതിരുന്നത്. അവരുടെ ഇടയിൽ ഇരുന്ന് ഒരു വാക്ക് തർക്കം വേണ്ടെന്ന് കരുതി കാണും, അല്ലാതെ നാവ് പൊന്താഞ്ഞിട്ടോ നാവ് തരിക്കാഞ്ഞിട്ടോ ഒന്നുമല്ല. പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. റോഷനി ഇത്തിരി കഴിച്ചു എഴുന്നേറ്റു. ലച്ചുവും അങ്ങനെ തന്നെ റോഷനിയെ കരുതി ഇരുന്നതാണ്, അല്ലെങ്കിൽ അതും കഴിക്കില്ല. ഇതിപ്പോ അവളുടെ കൂടെ ഇരിക്കണമല്ലോ എന്ന് കരുതി മാത്രം ഇരുന്നതാണ്. കുറച്ചുകൂടെ കഴിക്ക്. എന്താ നീ കഴിച്ചത്? ലച്ചു ചെറുതും എഴുന്നേറ്റതും ഹരി അവളോട് ചോദിച്ചു. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ, വിശക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ ഹരി അവളെ വിടുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. ഹരി പിന്നെയൊന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ അവനും അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ തന്നെയാണ്. അതുകൊണ്ടാവാം ലച്ചുവിനെ അധികം നിർബന്ധിക്കാതിരുന്നത്. ഹരി കൈ കഴുകി തിരിഞ്ഞപ്പോൾ നെഞ്ചത്ത് കൈയും കെട്ടി അവരെ തുറച്ചു നോക്കി നിൽക്കുന്ന റോഷനിയെ കണ്ടതും അവനെ പുച്ഛിച്ചു. പിന്നെ കൈയും ചുണ്ടും ടവൽ തുടച്ചത് ചുമരിൽ ഹാങ് ചെയ്ത ശേഷം അവൻ മുന്നോട്ട് നടന്നു. താൻ ആയിരുന്ന തന്റെ വിചാരം? വീട്ടിലൊരു അതിഥി വന്ന ബഹുമാനിക്കാൻ അറിയണം. ഓ, പറയുന്ന ആൾക്ക് പിന്നെ അതൊക്കെ അറിയാലോ. ഹരിയുടെ നേരെ നീട്ടിപ്പിടിച്ച അവളുടെ കൈ പിടിച്ച് മാറ്റി അവൻ മുന്നോട്ട് നടക്കുമ്പോൾ പറഞ്ഞു. റോഷനി അവന്റെ പല്ല് കടിച്ചുകൊണ്ട് അവന്റെ പിന്നാലെയും. ഞാൻ ഇവിടെ ആരോടും പണിയൊന്നും ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ടില്ല, അവർ ഇങ്ങോട്ട് പറഞ്ഞതാ. ഞാൻ വെറും ചമ്മന്തി കുട്ടിയാണെങ്കിലും കഴിക്കും, അങ്ങനെ കഴിക്കാൻ പാടില്ല. അവിടെയാണ് നിന്റെ തോൽവി. വീട്ടിലൊരു അതിഥി വന്നാൽ വീട്ടിലുള്ളവർ മാത്രമല്ല, അതിഥി കൂടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലാതെ വായിട്ട് അരച്ച് നടന്നിട്ട് കാര്യമില്ല. ഹരി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും റോഷനി അവന്റെ മുന്നിൽ കയറിയിരുന്നു. മനസ്സിലായില്ല? അവളുടെ പുരുകൻ ചുളിഞ്ഞു. ആ ചുളിഞ്ഞ പുരുകത്തോടെ തന്നെയാണ് അവൾ ചോദിച്ചത്. മനസ്സിലാവില്ല? മനസ്സിലാവണമെങ്കിൽ മനുഷ്യ സ്ത്രീ ആവണം, കഴിക്കുന്നത് അരിയും പച്ചക്കറിയും ആവണം. റോഷനിയുടെ മുഖത്ത് നോക്കി ഹരി പറയുന്ന കേട്ട് അവളുടെ മുഖം കുത്തി വീർത്തു. വെളുത്ത മുഖം ദേഷ്യം കൊണ്ടാവും ചുവന്ന് കയറിയിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മയും മരിച്ച വീടാണിത്. 2-3 ദിവസം മാത്രമേ ആയുള്ളൂ അവർ ഞങ്ങളെ വീട്ടിൽ പോയിട്ട്. അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് പെരുമാറണ്ടേ? അതിന് ഞാൻ തലയും കുത്തി നിൽക്കണോ? തന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാനിവിടെ പാട്ടും വെച്ച് ഡാൻസ് കളിക്കുവായിരുന്നെന്ന്. ഞാൻ കഴിക്കാത്തൊരു ഡിഷ് കണ്ടപ്പോ എനിക്ക് വേണ്ട, ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അത് ഇത്ര വലിയ തെറ്റാണോ? ഹരിയുടെ ഇടറിക്കൊണ്ടുള്ള സെന്റിമെന്റ്സിൽ വാക്കൊന്നും അവൾ കേട്ടില്ല. ഹരി നാഞ്ഞ് ശ്വാസം വലിച്ചുവിട്ട് പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി. 2 മരണം നടന്ന വീടാണ്. ഇവിടെ സദ്യ വെച്ച് ആരും കഴിക്കില്ല. എന്താവോ വിശപ്പ് മാറാനുണ്ടാവുന്നത് അതിൽ നിന്ന് ഒരു പിടി കഴിക്കണം. അതിന് ഇഷ്ടമില്ലെങ്കിൽ കഴിക്കണം, അല്ലെങ്കിൽ അത് വെച്ചുണ്ടാക്കി നിന്റെ മുന്നിൽ കൊണ്ട് വച്ചവർക്ക് അതൊരു കുറവും സങ്കടമാകും. അതിങ്ങനെ ബുദ്ധി എന്ന് പറയുന്നില്ലല്ലോ, അഹങ്കാരം മാത്രം തലയിലേറ്റി നടക്കുവല്ലേ. അത്രയും പറഞ്ഞിട്ട് റോഷനി കടന്ന് അവൻ മുന്നോട്ട് നടക്കുമ്പോൾ ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അവൾ നിന്നു.
ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ലെന്ന് മോത് നോക്കി പറഞ്ഞാണ് ശീല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് പാടില്ലെന്ന് അവൾക്ക് തന്നെ മനസ്സിലായി. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, തീർന്നെങ്കിലും അത് കഴിക്കാമായിരുന്നു എന്ന് അവളും ചിന്തിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത പ്രാവശ്യം നോക്കാം. സ്വയം അവളോട് തന്നെ പറഞ്ഞുകൊണ്ട് അവൾ ലച്ചുവിന്റെ മുറിയിലേക്ക് നടന്നു. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ലച്ചും റോഷ്നിയുടെ ഹാൾ സെറ്റിലിരിക്കുകയാണ്. ഹരി റൂമിലാണ്. വല്യമ്മമാരൊക്കെ ഉച്ചമയക്കത്തിന് വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ലച്ചും റോഷ്നിയും ഹരി മാത്രമേ ആ വീട്ടിലുള്ളൂ. ലച്ചും റോഷ്നിയും ഹാളിലെ സെറ്റിലിരിക്കുമ്പോഴാണ് പുറത്ത് കാർ വരുന്ന ശബ്ദം കേട്ട്. കിച്ചുവേട്ടനാവും. ലച്ചു സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. റോഷ്നിയും പിന്നാലെ നടന്നു. കാർ കണ്ടപ്പോൾ തന്നെ ലച്ചുവിന്റെ മുഖം വാടി. പിന്നാലെ വന്ന റോഷ്നി ലച്ചുവിന്റെ വാടി മുഖത്തേക്ക് നോക്കി. ആരാ? കാറിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ടതും റോഷ്നി ലച്ചുവിന്റെ ചെവിയിൽ സ്വകാര്യമായി ചോദിച്ചു. അച്ഛന്റെ ഒരു പാർട്ട്ണറാണ്, മരിച്ച ദിവസം വന്നിട്ടില്ല. ലച്ചു പറയുമ്പോൾ റോഷ്നി ഒന്ന് മൂളി. അപ്പോഴേക്കും കാറിൽ നിന്നും ഒരു പുരുഷനും സ്ത്രീയും, റോഷ്നിയുടെ പ്രായമുള്ള ഒരു മകളും ഹരിയുടെ പ്രായമുള്ള മകനും ഇറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു. കുഞ്ഞി, ഏടൻ വിളിച്ചിട്ട് വരുവോ? ലച്ചു റോഷ്നിയോട് പറഞ്ഞതും അവളൊന്ന് വേണോ വേണ്ടെന്ന രീതിയിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നടന്നു. മോളെ ലക്ഷ്മി. ആ സ്ത്രീ കണ്ണു നിറച്ചുകൊണ്ട് അവളെ അടുത്തേക്ക് വന്ന് വിളിച്ചതും ലച്ചു ഒന്നും വല്ലാതെയായി. എല്ലാം ഒന്ന് മറന്നും ക്ഷമിച്ചും വരികയായിരുന്നു. അപ്പോഴാണ് ഓരോന്നും വണ്ടിയും വിളിച്ച് കരയിപ്പിക്കാൻ വരുന്നത്. അച്ഛനും അമ്മയും പോയി അല്ലേ? അവർ കരഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ കവിളിൽ പതിയെ തലോടി. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. മുന്നിൽ നിൽക്കുന്നവരോട് പറയാൻ മാത്രമുള്ള ബന്ധമൊന്നുമില്ല. 1-2 ഫംഗ്ഷൻ കണ്ടിട്ടുണ്ട്, അതല്ലാതെ പറയാൻ മാത്രമുള്ള അടുപ്പമൊന്നുമില്ല. എന്നാൽ മാധവനും രൂപയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അകത്തേക്ക് വരൂ. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ലച്ചു അകത്തേക്ക് നടന്നു. ഒപ്പം അവരെയും അകത്തേക്ക് ക്ഷണിച്ചു. പിന്നാലെ അവർ 4 പേരും അകത്തേക്ക് കയറി. റോഷ്നി ഹരിയുടെ റൂമിന്റെ വാതിൽ തട്ടി വിളിച്ചു. തുറക്കണമെന്നില്ലെന്ന് കണ്ടതും ഇത്തിരി ശക്തിയിൽ തന്നെ തട്ടി വിളിച്ചു. ഒരു ചെറിയ ഉറക്കത്തിലേക്ക് വഴുതി വീണ ഹരി കണ്ണുകൾ വലിച്ചു തുറന്നു. ഉറക്കെ വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടതും അവൻ ബെഡിടം ചാടി എഴുന്നേറ്റു. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന റോഷ്നി കണ്ട് അവന്റെ കണ്ണുകൾ കുറുകി. എന്താടി? ഒട്ടും മയമില്ലാത്ത ചോദ്യം. അതുപോലെ അവൻ ആ തട്ടിവിളിയിൽ ഭയന്നിട്ടുണ്ട്. തനിക്ക് എന്താടോ, ചെവി കേൾക്കില്ലേ? ചോദിക്കുന്നതിന്റെ ഒപ്പം റോഷ്നി ഹരി ഒന്ന് സ്കാൻ ചെയ്തു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പാഞ്ഞു വരുക അവനെന്ന് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി. നിനക്കെന്താ എന്റെ റൂമിന്റെ വാതിലുകൾ കാര്യം? അവന്റെ കണ്ണുകൾ ചുരുങ്ങി. റോഷ്നിയുടെ ചുണ്ടൊന്ന് കോടി. ഓ, ഈ റൂമിൽ എന്ത് കുന്താണ് എന്ന പോലെ. താഴെ നിന്റെ അച്ഛന്റെ ഏതൊരു പാർട്ട്ണറും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ട്. ഏടത്തെ നിന്നെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞതാ. അതും പറഞ്ഞിട്ട് റോഷ്നി തിരിഞ്ഞു നടക്കുമ്പോൾ ഹരി അവളെ നിന്ന് കനപ്പിച്ചു നോക്കി. നിന്റെന്ന് അവൾ പറഞ്ഞത് അവന് പിടിച്ചില്ല. അത് തന്നെയാണ് കാരണം. AC ഓഫാക്കി വാതിലടച്ച ശേഷം അവൻ താഴേക്ക് ഇറങ്ങിച്ചെന്നു. സെറ്റിലിരിക്കുന്നവരെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കളിൽ ഒരാളാണ് രാജശേഖരൻ. മരിച്ച ദിവസം വരാതെ ഇന്ന് വന്നത് എന്താ എന്നൊരു ചിന്തയോടെ ഹരി താഴേക്ക് ഇറങ്ങുമ്പോൾ ലച്ചുവിന് തേങ്ങൽ കേട്ടു. ഹരിയുടെ കണ്ണുകൾ അങ്ങോട്ട് നീങ്ങി. രാജശേഖരന്റെ ഭാര്യയുടെ അടുത്താണ് ലച്ചു ഇരിക്കുന്നത്. അവരും എന്തോ പറഞ്ഞുകൊണ്ട് കണ്ണു തുടയ്ക്കുന്നുണ്ട്. ലച്ചു ഇരിക്കുന്നതിന്റെ പിന്നിൽ സെറ്റോട് ചാരി നിൽക്കുന്ന റോഷ്നി ആ സ്ത്രീയെ തുറച്ചു നോക്കുന്നുണ്ട്. ലച്ചുവിനെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് കൊണ്ടാവാം. ഹരി മോനെ, ഒറ്റയ്ക്കായല്ലേ? ഹരിയെ കണ്ടും രാജശേഖരൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സങ്കടത്തോടെ ചോദിച്ചു. ഹരി ഒന്നും മിണ്ടിയില്ല. എതിരെയുള്ള സീറ്റിലേക്ക് ഇരുന്നു. ഒപ്പം അയാളുടെ 2 മക്കളെയും നോക്കിയെന്ന് ചിരിച്ചു. അന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവന് ജോലി മലേഷ്യയിലാണ്. ഞങ്ങൾ എല്ലാവരും ഒരു ട്രിപ്പ് പോലെ അങ്ങോട്ട് പോയിരിക്കുമായിരുന്നു. അറിഞ്ഞു തന്നെ ഇത്തിരി വൈകിയാണ്. രാജശേഖരൻ പറഞ്ഞു നിർത്തി. ഹരി ഒന്ന് മോളി. അച്ഛൻ്റെ ഒരു പരിചയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് അവന് അവരോടൊന്നും ഒരടുപ്പവുമില്ല. ഇതുപോലൊരു അപകടം ആരും മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ലല്ലോ. വയ്യാതെ കിടക്കുമായിരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണെങ്കിൽ കരുതി സമാധാനിക്കാം. പക്ഷെ ഇവിടെ നമ്മളാരും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ. അതിലാണ് എൻ്റെ സങ്കടം. അയാൾ നിർത്താൻ ഭാവമില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ലച്ചു പെട്ടെന്ന് സെറ്റിൽ നിന്നും എഴുന്നേറ്റു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ലച്ചു അടുക്കളയിലേക്ക് നടക്കുമ്പോൾ പിന്നാലെ റോഷ്നി നടന്നു. ഇനി എന്താ ഹരിയുടെ പ്ലാൻ? ബിസിനസ് തന്നെയല്ലേ? അച്ഛന്റെ വിടവ് കൂടെ നികത്തണ്ടേ? അദ്ദേഹം പറയുമ്പോൾ ഹരി തലകുലുക്കി. മാധവന്റെ ഏട്ടന്മാരെ ഒന്നും കണ്ടില്ലല്ലോ. അവരൊന്നും ഇവിടെയല്ലേ താമസം? അവിടെയാണോ? ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോയിരിക്കുക വരും, അവൻ പറഞ്ഞു. അപ്പോഴേക്കും ലച്ചു അവർക്കൊക്കെ കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവന്നു. ലച്ചു തന്നെ എല്ലാവർക്കും കൊടുത്തു. രാജശേഖരന്റെ മകന്റെ മുന്നിലേക്ക് ട്രേ നീട്ടുമ്പോൾ അവൻ മുഖമുയർത്തി ലച്ചുവിനെ നോക്കിയെന്ന് ചിരിച്ചു. ലച്ചു ഒരു ചെറിയ ചിരി അവന് മടക്കി കൊടുത്തു. ഇതുപോലൊരു മുഹൂർത്തം ഞങ്ങൾ മനസ്സിൽ കണ്ടതായിരുന്നു. അയാളുടെ മകനെയും ലച്ചുവിനെയും നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു നിർത്തി. ലച്ചു അവരിൽ നിന്ന് മകന്ന് റോഷ്നിയോട് ചേർന്നു നിന്നു. ഹരിയുടെ നീട്ടി ചൊളിഞ്ഞു. ലക്ഷ്മി എൻ്റെ മോനും എൻ്റെ മോളെ ഹരിക്ക് വേണ്ടി ആലോചിക്കാൻ വേണ്ടി ഞാനും മാധവനും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഇടയിലാണ് ദേവേന്ദ്രന്റെ മകന്റെ പ്രപ്പോസൽ ലക്ഷ്മിക്ക് വന്നത്.
ഈ പ്രപ്പോസലിനേക്കാൾ നല്ലത് അതാണല്ലോ എന്ന് വന്നപ്പോൾ പിന്നെ ഞാനും അത് തന്നെ സമ്മതിച്ചു. വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്. മാധവൻ ഇതിനെക്കുറിച്ച് കുറെ കരയുകയും പറയുകയും ഒക്കെ ചെയ്തു. എന്ത് ചെയ്യാൻ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ നിർത്തുമ്പോൾ ഹരി അയാളുടെ അപ്പുറത്തിരിക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി ലച്ചുവിനെ നോക്കിയിരിക്കുകയാണ്. എന്തായി, ഡിവോഴ്സ് ഫയൽ ചെയ്തോ? രണ്ടു കൂട്ടർക്കും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് വേഗം ഡിവോഴ്സ് കിട്ടുമായിരിക്കുമല്ലേ? ആ സ്ത്രീ ചോദിച്ചതും ഹരി ഒന്ന് മൂളി. ഇനി മൂളിയില്ലെങ്കിൽ അതിനൊരു വിശദീകരണം കൊടുക്കേണ്ടി വരും. വയ്യ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ. ഹരി മൂളിയപ്പോൾ റോഷ്നി ഹരി ഒന്ന് നോക്കി. അവന്റെ ആ തണുപ്പൻ മട്ട അവൾക്ക് പിടിച്ചിട്ടില്ല. അതുതന്നെയാണ് കാരണം. ഹരിയിൽ നിന്ന് മുഖം മാറ്റിയ റോഷ്നി കണ്ടത് എല്ലാം കണ്ടും കേട്ടും വാതിൽക്കൽ നിൽക്കുന്ന റയാൻഷിനെയാണ്. ഒരു പക്ഷെ ഹരി അവനെ നേരത്തെ കണ്ടു കാണുമെന്ന് റോഷ്നിക്ക് തോന്നി. അതുപോലെ ഒരു ഇരിപ്പാണ് ഹരി ഇരിക്കുന്നത്. എന്തായാലും അവരുടെ ഈ വരവ് കൂട്ടുകാരനും ഭാര്യയും മരിച്ചു പോയതിൽ സങ്കടം പങ്കുചേരാൻ മാത്രം വന്നതല്ലെന്ന് മനസ്സിലായി. ഒപ്പം നൈസായി മനസ്സിലുള്ള ആഗ്രഹം ഇവിടെ അവതരിപ്പിച്ചും പോവാനാണെന്ന് റോഷ്നി ചിന്തിച്ചു. അത് ഹരിക്കും മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും മനസ്സിലാവാത്തപ്പോൾ ഇരിക്കുമെന്നു മാത്രം. ഇനിയിപ്പോ ഈ സങ്കടമൊക്കെ മാറുമ്പോഴേക്കും ഡിവോഴ്സ് കിട്ടും. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാം, അല്ലേ? രാജശേഖരന്റെ ആ ചോദ്യത്തോടു കൂടി എല്ലാരെയും നോക്കിക്കൊണ്ട് റയാൻഷ് അകത്തേക്ക് വന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ അവനിൽ പതിഞ്ഞു. റയാൻഷ് ഹാളിലേക്ക് വരുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവനിലായിരുന്നു. രാജശേഖരൻ ഞെട്ടിത്തരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. ദേവേന്ദ്രന്റെ മകനെ പലവട്ടം പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രതീക്ഷിച്ചില്ല. ആരെയും നോക്കാതെ മുകളിലേക്ക് കയറി പോകുമെന്ന് കരുതിയവൻ ഹരിയുടെ അടുത്ത സെറ്റിലിരുന്ന് ഹരിമുഖം ചിരിച്ചുകൊണ്ട് റയാൻഷിനെ നോക്കി. അവനെ റയാൻഷിന്റെ മുഖം കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. രാജശേഖരൻ പറഞ്ഞതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ റയാൻഷ് കേട്ടിട്ടുണ്ടെന്നുള്ള ഒരു കലിപ്പ് ഭാവമാണ് അവന്റെ മുഖത്ത്. ദേവേന്ദ്രന്റെ മകൻ റയാൻഷല്ലേ? അതെ. ആരാ? കാലിന് മുകളിൽ കാൽ കയറ്റി വെച്ചുകൊണ്ടൊരു മറുപടിയും തിരിച്ചൊരു ചോദ്യവും. അഹങ്കാരി. ആ ഇരിപ്പും സംസാരവും മുഖമൊക്കെ കണ്ടാൽ ആർക്കായാലും അങ്ങനെ തോന്നൂ. ഞാൻ രാജശേഖരൻ, ഇവിടുത്തെ മരിച്ചുപോയ മാധവന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ. മരിച്ചുപോയ മാധവൻ എന്നത് എടുത്തു പറഞ്ഞത് ആർക്കും പിടിച്ചില്ല. ഹരിയും റയാൻഷും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. ഇതിന്റെ ഭാര്യയും മക്കളുമാണ്. രാജശേഖരൻ അയാളെ അടുത്തിരിക്കുന്നവരെ ഒന്ന് നോക്കിക്കൊണ്ട് പറയുമ്പോൾ ചോദിച്ചില്ലല്ലോ എന്നൊരു ഭാവമായിരുന്നു റയാൻഷിന്റെ മുഖത്ത്. ഇവിടെ ഇപ്പോൾ അയാൾ റയാൻഷിനെ നോക്കി പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടെ ഇപ്പോൾ എന്തിനു വന്നെന്ന് ഉദ്ദേശിച്ചത്? പക്ഷേ മുഴുവനാക്കാതെ ആ ഒരൊറ്റ വാക്കിൽ നിർത്തിയത്. ഈ പറഞ്ഞ മാധവന്റെ ഒരു മകളന്റെ ഭാര്യയാണ്. ലക്ഷ്മിയെ നോക്കി റയാൻഷ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് കാർത്തു. ഡിവോഴ്സ് ഫയൽ ചെയ്തില്ലേ? എന്തിന്? തട്ടുത്തരം പോലുള്ള അവന്റെ മറു ചോദ്യങ്ങൾക്ക് അയാൾ പല്ല് കടിച്ചു. ദേഷ്യവും വാശിയും ഒക്കെ അച്ഛനോടായിരുന്നില്ലേ അങ്കിൾ? അതൊക്കെ ഇതോടെ തീർന്നു. ഹരിയാണ് മറുപടി കൊടുത്തത്. റയാൻഷിനെ ഹരി മറുപടി പറയാൻ സമ്മതിക്കാത്തതാണ്. അവൻ പറയുന്ന വാക്കുകളൊക്കെ വളരെ ചെറുതാണ്. പക്ഷെ അതിലൊരു വല്ലാത്ത ദേഷ്യവും ഗൗരവവും ഒക്കെയാണ്. മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന തരത്തിൽ എന്തോന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇനിയൊരു സംസാരത്തിന് ഇട കൊടുക്കാതെ ഹരിതനെ മറുപടി കൊടുത്തത്. മരിച്ചു പോയവർ പോയി, പക്ഷെ ബാക്കിയുള്ളവർക്ക് സന്തോഷത്തോടെ ജീവിക്കണ്ടേ? മരിച്ചു പോയവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി ജീവിക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സമാധാനവുമായിരിക്കും. അല്ലെങ്കിൽ ഒന്നുമില്ല. അങ്കിൾ എന്തൊക്കെയോ മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ടുള്ള വരവാണ്. അതൊന്നും നടക്കില്ലെങ്കിൽ അതിനൊന്നും ഇവിടെ ആർക്കും സമ്മതമല്ല. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതൊന്നും നടക്കില്ല, ഹരി ഉറപ്പിച്ചു പറഞ്ഞു. ഇതുവരെ മിണ്ടാതിരുന്ന ഒന്നിനും ഒരു വിശദീകരണം കൊടുക്കാതിരുന്നതും റയാൻഷ് എന്തെങ്കിലും പറയട്ടെ എന്ന് കരുതിയിട്ട. പക്ഷെ അവൻ പറഞ്ഞു തുടങ്ങിയാൽ ഇതൊന്നും ഇവിടെ നിൽക്കില്ലെന്നൊരു തോന്നൽ. ഇവനെ പേടിച്ചിട്ടാണോ? രാജശേഖരന്റെ മകൻ റയാൻഷിനെ ഒന്ന് നോക്കി കളിയാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യം. ഹരി അതിന് അവനെ നോക്കിയൊന്ന് കണ്ണു ചുരുക്കി നോക്കി. അവനെ പേടിച്ചിട്ടൊന്നുമല്ല, നിന്നെ പറ്റാത്തത് കൊണ്ടാ. ഹരി അവന്റെ മുഖത്തേക്ക് നോക്കി ഒരാക്കിലൂടെ പറഞ്ഞതും റോഷ്നി ഒന്ന് അടക്കി ചിരിച്ചു. ആ പറഞ്ഞത് അവൾക്ക് പിടിച്ചിട്ടുണ്ട്. വന്നപ്പോ മുതൽ അവൻ ലക്ഷ്മിയെ നോക്കുന്ന നോട്ടം അവൾക്ക് പിടിച്ചില്ല. ആ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നവനും പറ്റിയില്ല. ഹരിയെ ഒരുമാതിരി നോട്ടം നോക്കി. പറയുന്നത് കൊണ്ടൊന്നും അങ്കിളിനൊന്നും തോന്നരുത്. അച്ഛനായി ഒരു തീരുമാനം എടുത്തു. അതിലിപ്പോ ഞങ്ങൾക്കാർക്കും ഒരു തെറ്റായ അഭിപ്രായമില്ല. അച്ഛന്റെ ബിസിനസ് വളർത്താൻ അച്ഛൻ കളിച്ച ഒരു നെറികെട്ട കളി, അതിൽ അച്ഛൻ വിജയിച്ചോ? ഒരു 100 രൂപ പോലും ചെലവാക്കാൻ അച്ഛന് കഴിഞ്ഞോ? അതിനു മുൻപ് എല്ലാം മിട്ടെറിഞ്ഞു പോയില്ലേ? അതാണ് വിധി. സ്വന്തം അച്ഛനാണ് മരിച്ചു പോയിട്ട് പോലും ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഹരി എന്ന മകന് ആ അച്ഛനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതുവരെ അവരുടെ വാക്കുകൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവൻ റയാൻഷ് മുഖമുയർത്തി ലച്ചുവിനെ നോക്കി. അവളം നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ മരിച്ചുപോയവരുടെ ആഗ്രഹമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹമാണ് നോക്കേണ്ടത്. രാജശേഖരനെ പറയാൻ അനുവദിക്കാതെ റയാൻഷ് പറഞ്ഞതും ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അദ്ദേഹം മിണ്ടാതിരുന്നു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.
രാജശേഖരൻ സെറ്റിൽ നിന്നും എഴുന്നേറ്റും. അപ്പം ബാക്കിയുള്ളവരും ആരും പിന്നൊന്നും മിണ്ടിയില്ല. അവർ 4 പേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹരി യാത്രയേക്കാൻ കൂടെ ചെന്നു. ഏട്ടാ, അവരൊക്കെ അങ്ങോട്ട് പോയപ്പോൾ റോഷ്നി റയാൻഷിന്റെ അടുത്തേക്ക് ഇരുന്നു. അവൻ വലത്തേക്കായി കണ്ട് റോഷ്നി അവനോട് ചേർത്ത് പിടിച്ചു. എപ്പോഴെത്തി? റോഷ്നിയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. നോട്ടം അവരെ നോക്കി ഒരു ചെറു ചിരിയോടെ നിൽക്കുന്ന ലച്ചുവിലേക്കും പോയി. അമ്മയും അച്ഛനും രാവിലെ വന്നിരുന്നു. അവിടെ കൂടെ വന്നതാ. ഏടത്തെ നിർബന്ധിച്ചപ്പോ ഇവിടെ നിന്നതാ. ചിരിയോടെ റോഷ്നി പറയുമ്പോൾ അവൻ തലയാട്ടി. അപ്പോഴേക്കും ഹരി അവരെ യാത്രയാക്കി അകത്തേക്ക് വന്നിരുന്നു. റയാൻ റോഷ്നി ഒന്ന് ചേർത്ത് പിടിച്ചുള്ള നെറ്റിലൊന്ന് മുത്തി. റോഷ്നി അവനെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു. ആ ചുമരം എന്തിനാണെന്ന് അവൾക്കറിയാം. അവളുടെ ഏട്ടത്തിയെ ഒറ്റയ്ക്കാക്കാതെ ചേർത്ത് പിടിച്ചതിനാണ്. കിച്ചുവട്ടം കഴിച്ചിട്ടാണോ വന്നത്? ആ ഏട്ടനെയും മനീയത്തെയും നോക്കിക്കൊണ്ട് നിന്നിരുന്ന ഹരി ലച്ചുവിനെ നോക്കി. വല്ല അസൂയമാ മുഖത്തുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയത്. നിങ്ങളൊക്കെ കഴിച്ചില്ലേ? ലച്ചു ഒന്ന് മൂളിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. നേരത്തെ ഉണ്ടാക്കി വെച്ച ജ്യൂസ് 2 ഗ്ലാസ്സിലേക്ക് പകർത്തിക്കൊണ്ട് ലച്ചു വന്നു. ഹരിയുടെയും റയാൻഷിന്റെയും നേരെ അവളത് കൊടുത്തു. നിനക്ക് വേണ്ടേ? ജ്യൂസ് ഗ്ലാസ് ചുണ്ടിനോട് മുട്ടിക്കുമ്പോൾ ഹരി റോഷ്നെ നോക്കി ചോദിച്ചു. അതിനൊരു മറുപടി പറയാതെ അവൾ അവന്റെ ഇരുന്ന് മുഖം തിരിച്ചു. മര്യാദയുടെ പുറത്ത് ചോദിച്ചതാണ്. അതിന് തന്ന മറുപടിയോ? കുഞ്ഞി. ഹരിയുടെ നേരെ മുഖം തിരിച്ചത് കണ്ടതുകൊണ്ടാവാം ഒരു താക്കീതോടെ വിളി. ഞാൻ കുടിച്ചതേട്ടാ. എന്നാ അതങ്ങ് പറഞ്ഞാ മതിയില്ലേ? ഹരി ജ്യൂസ് ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. റയാൻ റോഷ്നെ നോക്കിയെന്ന് പേടിപ്പിച്ചു. അവളൊന്ന് ചിരിച്ചു കൊടുത്തു. എന്നാ ഞങ്ങൾ ഇറങ്ങിയാലോ? കുഞ്ഞ് വീട്ടിലാക്കിയിട്ട് രാത്രി വരാം. സെറ്റിൽ നിന്നും എഴുന്നേറ്റ് കയ്യിലുള്ള ജ്യൂസ് ഗ്ലാസ് ലച്ചുവിന് നേരെ നീട്ടിക്കൊണ്ട് അവൻ പറയുമ്പോൾ ലച്ചു തലയാട്ടി. പോയിട്ട് വരട്ടെ ഏട്ടത്തി, ഇടയ്ക്കൊക്കെ ഇതുപോലെ വരാം. ലച്ചുവിന്റെ കവളിൽ തലോടിക്കൊണ്ട് റോഷ്നി പറയുമ്പോൾ ലച്ചു ഒന്ന് ചിരിച്ചു. എന്തിനോ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് കാണിച്ചില്ല. ചിരിച്ചുകൊണ്ട് നിന്നു. പോയിട്ട് വരാം. സ്ത്രീ ഒറ്റയ്ക്കാക്കിയൊന്നും എങ്ങോട്ടും പോവണ്ട. വല്ല അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ഞാൻ നേരത്തെ വരാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹരിയെ നോക്കി റയാൻഷ് പറഞ്ഞു. ഹരി തലയാട്ടി. കാറിൽ കയറി അവർ മുന്നോട്ട് പോകുമ്പോൾ അതിലിരിക്കുന്ന 2 പേരുടെയും കണ്ണുകൾ ഹരിയുടെ തൊഴിൽ മുഖം അമർത്തിയിരിക്കുന്ന ലച്ചുവിലായിരുന്നു. ഏട്ടന് അവിടെ നിൽക്കായിരുന്നു. റോഷ്നി പറയുമ്പോൾ അവരൊന്നും മിണ്ടിയില്ല. നിൽക്കാൻ വേണ്ടി രാത്രി വരുന്നുണ്ടല്ലോ. പക്ഷെ എന്തോ എപ്പോഴും മേലെ നിൽക്കുമ്പോൾ എന്തോ പോലെ അവൻ ചിന്തകൾ അവസാനിപ്പിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു.